Welcome to Lash Class. Calicut University second semester Advanced English Language Skills for Literatures How to Speak so that people want to listen എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചാപ്റ്ററിലെ സമ്മറിയുടെ വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിരിക്കും. ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, പാരഗ്രാഫ്, എസ്സേ ക്വസ്റ്റ്യൻസ് എന്നിവയ്ക്കുള്ള നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആദ്യം നമുക്കിതിലെ ഷോർട്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം ദ ബുക്സ് ഓതേർഡ് ബൈ ജൂലിയൻ ട്രഷർ. ഈ സ്പീച്ച് നടത്തിയിട്ടുള്ള ജൂലിയൻ ട്രഷർ എഴുതിയിട്ടുള്ള ബുക്സ് ഏതൊക്കെയാണ് ചോദിക്കുന്നത്. ദ ബുക്സ് ഓതേർഡ് ബൈ ജൂലിയൻ ട്രഷർ ആർ ഹൗ ടു ബി ഹേർഡ് ആൻഡ് സൗണ്ട് ബിസിനസ്. ഹൗ ടു ബി ഹേർഡ് എന്നും സൗണ്ട് ബിസിനസ്സും എന്ന പേരുള്ള രണ്ട് പുസ്തകങ്ങളാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത്. നെയിം ദ സൗണ്ട് കൺസൾട്ടൻസി കമ്പനി ഫൗണ്ടഡ് ബൈ ജൂലിയൻ ട്രഷർ. ഇനി ഇദ്ദേഹം ആരംഭിച്ചിട്ടുള്ള സൗണ്ട് കൺസൾട്ടൻസി കമ്പനി ഏതാണെന്നാണ് ചോദിക്കുന്നത്. Julian Treasure founded the sound consultancy company, the Sound Agency. സൗണ്ട് ഏജൻസി എന്ന പേരുള്ള ഒരു കമ്പനിയാണ് ഇദ്ദേഹം സ്ഥാപിച്ചിരുന്നത്. ഇനി ഇതിൽ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, ഡിസ്ക്രൈബ് ദ 7 deadly sins of speaking ലിസ്റ്റഡ് ബൈ ജൂലിയൻ ട്രഷർ. ഇദ്ദേഹത്തിൻ്റെ സ്പീച്ചിൽ ഇദ്ദേഹം പറയുന്ന 7 deadly sins of speaking അഥവാ നമ്മൾ കമ്മ്യൂണിക്കേഷനകത്ത് വരുത്തുന്ന 7 മിസ്റ്റേക്കുകൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. ജൂലിയൻ ട്രഷർ ഔട്ട്ലൈൻ 7 habits that negatively impact communication. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ കമ്മ്യൂണിക്കേഷനെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന 7 ഹാബിറ്റുകളെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. ഹി ഡിസ്ക്രൈബ്സ് ദം ആസ് എ 7 deadly sins of speaking. അദ്ദേഹം അവയെ 7 deadly sins of speaking എന്നാണ് വിളിക്കുന്നത്. അത് ഏതൊക്കെയെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഗോസിപ്പ്, ടോക്കിംഗ് നെഗറ്റീവ്ലി അബൌട്ട് അതേഴ്സ് ബിഹൈൻഡ് ദെയർ ബാക്സ്. ദിസ് ഹാബിറ്റ് അണ്ടർമൈൻസ് ട്രസ്റ്റ്. ആദ്യത്തെ ഹാബിറ്റ് അദ്ദേഹം പറയുന്നത് ഗോസിപ്പാണ്. മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ അവരെ കുറിച്ചിട്ടുള്ള മോശമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് ഗോസിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഹാബിറ്റ് അണ്ടർമൈൻസ് ട്രസ്റ്റ്. നമുക്ക് ആളുകളുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് ഈ ഒരു ഹാബിറ്റ് കാരണമാവും. കാരണം മറ്റുള്ളവരെ കുറിച്ച് അവരിതുപോലെ കുറ്റങ്ങൾ പറയുന്നത് പോലെ നമ്മളെക്കുറിച്ചും അവർ മറ്റുള്ളവരോട് പറയാമെന്നുള്ളൊരു തോന്നൽ കൊണ്ട് ഇത്തരത്തിൽ ഗോസിപ്പ് പറയുന്ന ആളുകളോട് നമുക്ക് ട്രസ്റ്റ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. ജഡ്ജിങ്, a critical tone that makes listeners feel evaluated or condemned. It leads to disconnection. അടുത്ത ഹാബിറ്റ് പറയുന്നത് ജഡ്ജിങ് ആണ്. അത് ആളുകളെ എങ്ങനെ ജഡ്ജ് ചെയ്യുക, ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ലിസണേഴ്സിനെ, നമ്മൾ സംസാരിക്കുന്നത് കേൾക്കുന്ന ആളുകളെ നമ്മൾ ജഡ്ജ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമ്മളുമായിട്ടൊരു കണക്ഷൻ നഷ്ടപ്പെടുന്നതിന് കാരണമാവും. അടുത്തത് പറയുന്നത് നെഗറ്റിവിറ്റിയാണ്. കൺസിസ്റ്റൻ്റ്ലി ഫോക്കസിങ് ഓൺ ദ നെഗറ്റീവ്. ദിസ് ഹാബിറ്റ് മേക്സ് ദ ലിസണേഴ്സ് അൺപ്ലസൻറ്റ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുക എന്നുള്ളതാണ് അടുത്ത ഹാബിറ്റ് പറയുന്നത്. സ്വാഭാവികമായിട്ടും അതൊരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള, ഒരു അസുഖകരമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് എപ്പോഴും ഇങ്ങനെ നെഗറ്റീവായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുക. പിന്നെ വരുന്നത് കംപ്ലൈനിങ് ആണ്. ഡ്വെല്ലിംഗ് ഓൺ ഡിസാറ്റിസ്ഫാക്ഷൻ അബൌട്ട് വേരിയസ് തിങ്സ്. ദിസ് ക്രിയേറ്റ്സ് ആൻ അൺപ്ലസൻറ്റ് മൂഡ്. അടുത്തത് കംപ്ലൈനിങ് ആണ് പറയുന്നത്. ഇതും നെഗറ്റിവിറ്റി പോലെ തന്നെയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ടിരിക്കാം. അത് ഒരുപക്ഷെ നമ്മുടെ കാലാവസ്ഥയെ കുറിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ പൊളിറ്റിക്സ് ആയിരിക്കാം, എന്ത് കാര്യങ്ങളാണെങ്കിൽ തന്നെയും അങ്ങനെ എപ്പോഴും ഇങ്ങനെ കംപ്ലൈൻറ്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ളൊരു മൂഡായിരിക്കും ആ കോൺവെർസേഷൻ ഉണ്ടായിരിക്കുക. പിന്നെ വരുന്നത് എക്സ്ക്യൂസസ് ആണ്. അവോയ്ഡിങ് അക്കൗണ്ടബിലിറ്റി ബൈ ഷിഫ്റ്റിംഗ് ബ്ലെയിം വിച്ച് വീക്കൻസ് ക്രെഡിബിലിറ്റി. എക്സ്ക്യൂസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിൽ അക്കൗണ്ടബിൾ ആവാതെ, നമ്മുടെ മിസ്റ്റേക്ക് നമ്മൾ സമ്മതിക്കാതെ എല്ലാ കാര്യങ്ങളെയും മറ്റുള്ളവരെ കുറ്റം പറയുന്ന, മറ്റുള്ളവരുടെ പ്രശ്നം കൊണ്ടാണ് അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് എക്സ്ക്യൂസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംസാരം ആളുകളുടെ ക്രെഡിബിലിറ്റി അല്ലെങ്കിൽ വിശ്വാസ്യത നഷ്ടപ്പെടുന്നതിന് കാരണമാവും. അടുത്തത് എക്സാജറേഷൻ ആണ്. ഓവർ സ്റ്റേറ്റിംഗ് ഫാക്ട്സ്. ഇറ്റ് ഡിമിനിഷസ് ഒതൻറ്റിസിറ്റി ആൻഡ് ലീഡ്സ് ടു ലൈയിങ്. എക്സാജറേഷൻ എന്ന് പറയുന്നത് കാര്യങ്ങൾ കൂട്ടി പറയുന്ന ഒരു സ്വഭാവമാണ്. നമ്മൾ തള്ളി മറിക്കുക എന്ന് പറയുന്നത് പോലെ. അപ്പോൾ ഇത്തരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ഇല്ലാത്തത് ഇങ്ങനെ കൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിന്നീട് നുണ പറയുന്നതിന് സമാനമാവും എന്നാണ് ഇദ്ദേഹം സൂചിപ്പിക്കുന്നത്. പിന്നെ ലാസ്റ്റ് വരുന്നത് ഡോഗ്മാറ്റിസം ആണ്. പ്രസൻറ്റിംഗ് പേഴ്സണൽ ഒപ്പീനിയൻസ് ആസ് ഫാക്ട്സ്. ഇറ്റ് ക്ലോസസ് ഓഫ് പ്രൊഡക്റ്റീവ് ഡയലോഗ്. ഡോഗ്മാറ്റിസം എന്ന് പറയുന്നത് തൻ്റെ അഭിപ്രായങ്ങളെല്ലാം ശരിയാണ്, താൻ പറയുന്നത് മാത്രമാണ് ശരി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളോട് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. കാരണം നമ്മൾ പറയുന്നവർ കേൾക്കില്ല, അവർ പറയുന്നത് മാത്രം ശരി എന്നുള്ള ആറ്റിറ്റ്യൂഡാണ് അവർക്ക് ഉണ്ടാവുക. അതാണ് അദ്ദേഹം അവസാനത്തെ ഒരു സിൻ ആയിട്ട് പറയുന്നത്. These habits reduce a speaker's ability to connect with others, eroding trust and engagement. അപ്പോൾ ഈ 7 ഹാബിറ്റ്സിലൂടെ ആളുകൾക്ക് ഈ കമ്മ്യൂണിക്കേഷനകത്ത് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുന്നതെന്നും അവരുടെ ട്രസ്റ്റും അതുപോലെ തന്നെ ആ കമ്മ്യൂണിക്കേഷൻ്റെ എൻഗേജ്മെൻറ്റും നഷ്ടപ്പെടുന്നതെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം, എക്സ്പ്ലെയിൻ ഹെയിൽ. ഇനി ഹെയിൽ എന്ന പേരിൽ അദ്ദേഹം ഈ സ്പീച്ചിനകത്ത് എന്താണ് അവതരിപ്പിക്കുന്നത്.
Julian Treasure emphasizes the importance of Hale as a foundation for meaningful and impactful communication. ഒരു മീനിങ് ആയ ഇമ്പാക്ട്ഫുൾ ആയ കമ്മ്യൂണിക്കേഷൻ്റെ അടിസ്ഥാനം എന്ന രീതിയിലാണ് അദ്ദേഹം ഹെയിലിനെ അവതരിപ്പിക്കുന്നത്. ഇറ്റ് ഈസ് എൻ ആക്രോണിം ഓഫ് 4 ഹാബിറ്റ്സ് ദാറ്റ് സ്ട്രെങ്തൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇനി ഹെയിൽ എന്ന് പറയുന്നത് ഒരു ആക്രോണിമാണ്. അത് 4 വാക്കുകളുടെ ആദ്യത്തെ അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ആക്രോണിം എന്ന് പറയുന്നത്. അങ്ങനെ 4 ഹാബിറ്റുകളെയാണ് അദ്ദേഹം ഈ ഹെയിൽ കൊണ്ട് സൂചിപ്പിക്കുന്നത്. ആ ഹാബിറ്റുകൾ വരുന്നത് ഓണസ്റ്റി, കമ്മ്യൂണിക്കേറ്റിംഗ് ട്രൂത്ത്ഫുള്ളി ആൻഡ് വിത്ത് ക്ലാരിറ്റി, ഇറ്റ് ഫോസ്റ്റേഴ്സ് ക്രെഡിബിലിറ്റി ആൻഡ് ട്രസ്റ്റ് വർത്തിനെസ്. ഓണസ്റ്റി എന്ന് പറയുന്നത് നമുക്കറിയാം സത്യസന്ധതയാണ്. അപ്പോൾ സത്യമായിട്ടുള്ള കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അത് ഒരു കമ്മ്യൂണിക്കേഷനകത്ത് ഒരു ഗുഡ് ഹാബിറ്റാണ്. കാരണം അത് സംസാരിക്കുന്ന ആളുകൾക്ക് ഒരു വിശ്വാസ്യത ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ വരുന്നത് ഒതൻറ്റിസിറ്റിയാണ്. സ്റ്റേയിങ് ട്രൂ ടു വൺ സെൽഫ്. ഇറ്റ് എൻഷുവേഴ്സ് ദ സ്പീച്ച് ഫീൽസ് ജെനുവിൻ ആൻഡ് റിലേറ്റബിൾ. ഒതൻറ്റിസിറ്റി എന്ന് പറയുന്നത് നമ്മൾ എന്താണോ അതുപോലെ തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അതായത് നാട്യങ്ങളോ മറ്റും ഇല്ലാതെ, നമ്മൾ മറ്റുള്ളവരെ ഇമ്പ്രസ് ചെയ്യിക്കാനോ മറ്റും ഒന്നും ചെയ്യാതെ നമ്മൾ എന്താണോ യഥാർത്ഥത്തിലുള്ള ഒരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കുക എന്നുള്ളതാണ്. അങ്ങനെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ജെന്യുവിൻ ആക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ വരുന്നത് ഇൻറ്റഗ്രിറ്റിയാണ്. അലൈനിങ് ആക്ഷൻസ് ആൻഡ് വേർഡ്സ്, ഇറ്റ് ബിൽഡ്സ് റിലയബിലിറ്റി ഇൻ കമ്മ്യൂണിക്കേഷൻ. ഇൻറ്റഗ്രിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും നമ്മളൊരു ബന്ധം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നമ്മൾ മറ്റുള്ള ആളുകളെ ഉപദേശിക്കാനൊക്കെ പോകും, പക്ഷേ ഈ ഉപദേശിക്കുന്ന കാര്യങ്ങളൊന്നും ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കാത്ത കാര്യങ്ങളായിരിക്കും. അപ്പോൾ അവിടെ നമുക്കൊരു ഇൻറ്റഗ്രിറ്റി ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ ഉണ്ടാവുക. അപ്പോൾ ഇൻറ്റഗ്രിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളായിരിക്കുക എന്നുള്ളതാണ്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ലാസ്റ്റ് വരുന്നത് ലവ് ആണ്. അപ്രോച്ചിങ് കമ്മ്യൂണിക്കേഷൻ വിത്ത് കൈൻഡ്നെസ് ആൻഡ് ഗുഡ് വിൽ, ഇറ്റ് ഷോസ് റെസ്പെക്ട് ആൻഡ് എമ്പതി ടുവേർഡ് ലിസണേഴ്സ്. ലവ് എന്ന് പറയുന്നത് ഒരു കൈൻഡ്നെസ്, ഒരു സഹാനുഭൂതിയോട് കൂടിയിട്ടും ഒരു ഗുഡ് വില്ലോട് കൂടിയിട്ടും മറ്റുള്ള ആളോട് സംസാരിക്കുക, അവർ പറയുന്നത് കേൾക്കുക എന്നുള്ളതാണ് ലവ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു റെസ്പെക്റ്റും എമ്പതിയും എല്ലാം ഈ ലിസണേഴ്സിനോട് കാണിക്കാൻ ഈ ഒരു ഹാബിറ്റിലൂടെ സാധിക്കുന്നു. By embracing Hale, speakers can engage effectively, build trust, and create a positive and meaningful connection with their audience. അപ്പോൾ ഈ ഒരു ഹാബിറ്റ് നമ്മൾ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല എൻഗേജിങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താനും അതുപോലെ തന്നെ നമ്മൾ സംസാരിക്കുന്ന ആളുകളുടെ ട്രസ്റ്റ് നേടിയെടുക്കാനും നമുക്ക് സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിൽ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യം, വോയിസ് ഇസ് എ പവർഫുൾ ടൂൾ ആൻഡ് ഓഫ്റ്റൻ ദ യൂസേഴ്സ് ആർ ഇഗ്നോറൻറ്റ് ഓഫ് ഇറ്റ്സ് ഇമ്പാക്ട്. എലൂസിഡേറ്റ്. നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ്, പക്ഷേ അത് ഉപയോഗിക്കുന്ന പലർക്കും അതിൻ്റെ ഇമ്പാക്റ്റിനെ കുറിച്ച് അറിയില്ല. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ജൂലിയൻ ട്രെഷർ ഹൈലൈറ്റ്സ് എ ഹ്യൂമൻ വോയിസ് ആസ് എ വേഴ്സിറ്റൈൽ ആൻഡ് ഇൻഫ്ലുവൻഷ്യൽ ടൂൾ. ഇദ്ദേഹത്തിൻ്റെ സ്പീച്ച് ആരംഭിക്കുന്നത് തന്നെ ഹ്യൂമൻ വോയിസ് ഒരു പവർഫുൾ ടൂളാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് സ്റ്റാർട്ടിങ് കോൺഫ്ലിക്ട്സ് ടു എക്സ്പ്രസിങ് ലവ്. പലതരത്തിലുള്ള ഇമോഷൻസ് കൺവേ ചെയ്യാൻ ഹ്യൂമൻ വോയിസിന് സാധിക്കും. ഒരുപക്ഷെ അതുകൊണ്ട് നമുക്ക് യുദ്ധങ്ങൾ തന്നെ ആരംഭിക്കാൻ വേണ്ടി സാധിക്കും. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ശബ്ദത്തിലൂടെ സാധിക്കും. അത്തരത്തിൽ പലതരത്തിലുള്ള ഇമോഷൻസ് കൺവേ ചെയ്യാൻ കഴിയുന്ന ഒരു പവർഫുൾ ടൂളാണ് ഹ്യൂമൻ വോയിസ് എന്ന് പറയുന്നു. The voice conveys meaning through tone, pitch, rhythm and emotion, which influence how messages are perceived. ഇനി ഇവിടെ നമ്മുടെ വാക്കുകളെ കുറിച്ചല്ല, വോയിസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ പറയുന്ന വാക്കുകളുടെ അപ്പുറത്തേക്ക് നമ്മുടെ ശബ്ദത്തിൻ്റെ ടോൺ, പിച്ച്, റിതം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ കേൾക്കുന്ന ആളുകൾ എങ്ങനെയാണത് മനസ്സിലാക്കുന്നത് എന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. Many speakers unknowingly undermine their communication as they are ignorant of its impact. എന്നാൽ പല ആളുകളും സംസാരിക്കുന്ന സമയത്ത് വോയിസിൻ്റെ ഈ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് അറിയാത്തത് മൂലം ശരിയായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ കഴിയാത്ത ആളുകളാണ്. Treasure highlights 7 mistakes people make with what he calls the 7 deadly sins. ഈ സാധാരണ ആളുകൾ കമ്മ്യൂണിക്കേഷനകത്ത് വരുത്തുന്ന 7 മിസ്റ്റേക്കുകളെ 7 ഡെഡ്ലി സിൻസ് എന്ന പേരിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ പാരഗ്രാഫ് ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്, അതുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. പക്ഷെ നമ്മുടെ എസ്സേ ക്വസ്റ്റ്യൻ ആണെന്നുള്ള കാര്യം കൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ടി വരും. അപ്പോൾ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള അതേ ആൻസർ തന്നെ നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്താൽ മതി. ട്രെഷർ emphasizes the importance of varying pitch, pace and volume to maintain listener engagement. ഇതുകൂടാതെ ചില വോയിസ് ടൂൾസിനെ കുറിച്ച് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. നമ്മുടെ സംസാരത്തിൽ പിച്ച്, പേസ്, വോളിയം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. സൈലൻസ് ഈസ് ഓൾസോ എ വാല്യുബിൾ ടൂൾ ആഡിങ് എംഫസിസ് ആൻഡ് മീനിങ് ടു കമ്മ്യൂണിക്കേഷൻ. ഇനി അത് മാത്രമല്ല, നമ്മൾ സംസാരത്തിൻ്റെ ഇടയ്ക്ക് പോസ് ചെയ്യുന്ന സൈലൻസിന് വരെ പ്രാധാന്യമുണ്ടെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. Despite its potential, the voice is often neglected as people only focus on words. അപ്പോൾ നമ്മുടെ ശബ്ദം എന്ന് പറയുന്നത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും പലപ്പോഴും ആളുകൾ വേർഡ്സിൽ അല്ലെങ്കിൽ വാക്കുകളിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുക, ശബ്ദത്തിന് അവർ പ്രാധാന്യം കൊടുക്കുന്നില്ല.
Without awareness or training, speakers miss the opportunity to fully harness its impact. അപ്പോൾ ശബ്ദത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയാത്തത് മൂലം പല ആളുകളും സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഇമ്പാക്റ്റ്ഫുൾ ആകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാവുന്നു. By treating voice as an instrument and refining vocal techniques, speakers can ensure their messages are not only heard but resonate deeply. അപ്പോൾ ഇത്തരത്തിൽ വോയിസ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിലൂടെ, നമ്മൾ കൃത്യമായിട്ടുള്ള വോക്കൽ ടെക്നിക്സ് ഉപയോഗിക്കുന്നതിലൂടെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആളുകൾ കേൾക്കുമെന്ന് മാത്രമല്ല, അവർക്കത് ഡീപ്ലി കണക്റ്റഡ് ആവും എന്നുള്ള കാര്യം കൂടി നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ദിസ് അവയർനെസ് എൻഹാൻസസ് പെർsuasion, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് മീനിങ് ഇൻട്രാക്ഷൻ. അപ്പോൾ ഈ വോയിസ് എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണെന്നുള്ള ഒരു അവയർനെസ് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷനകത്ത് ഇതുപോലെ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങും മീനിങ് ഇൻട്രാക്ഷനും ഉണ്ടാവുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഇതിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് പോയിന്റ്സ് ഷുഡ് ബി റിമെമ്പേർഡ് ബിഫോർ എൻഗേജിങ് ഇൻ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ? നമ്മളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ പോകുന്ന സമയത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഓർമ്മിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. Julian Treasure warns against 7 deadly sins of speaking which are to be avoided to make the communication effective. ആദ്യം തന്നെ നമ്മൾ 7 ഡെഡ്ലി സിൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ കമ്മ്യൂണിക്കേഷനകത്ത് ഒഴിവാക്കേണ്ടതായിട്ടുള്ള 7 ഹാബിറ്റ്സ് ആണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റിനകത്ത് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് വീണ്ടും ഇവിടെ നമ്മൾ ആവർത്തിക്കുന്നില്ല. പക്ഷെ നമ്മൾ എസ്സേ എഴുതുന്ന സമയത്ത് നമുക്കറിയാം എസ്സേ 300 വാക്കുകൾ വേണമെന്നുള്ള കാരണം കൊണ്ട് ആ പാരഗ്രാഫ് ക്വസ്റ്റിനിൽ പറയുന്ന അതേ കാര്യങ്ങൾ തന്നെ നമുക്കിവിടെ എഴുതാവുന്നതാണ്. He also advises opting for positive habits which he calls by the acronym HAIL. ഇതുകൂടാതെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഹാബിറ്റ്സിനെ കുറിച്ച് അദ്ദേഹം ഹെയിൽ എന്ന പേരിൽ പറയുന്നുണ്ട്. അതും നമ്മൾ പാരഗ്രാഫ് ക്വസ്റ്റിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേ കാര്യം തന്നെ നമുക്ക് ഇവിടെ എഴുതാവുന്നതാണ്. We should also remember to use various vocal tools such as pitch, rhythm and pace to sustain interest. ഇതുകൂടാതെ നമ്മൾ സംസാരിക്കുന്നതിൽ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വേരിയസ് ആയിട്ടുള്ള വോക്കൽ ടൂൾസ് ഉപയോഗിക്കേണ്ടതുണ്ട്. പിച്ച്, റിതം, പേസ് തുടങ്ങിയവയാണ് നമുക്കങ്ങനെ പ്രധാനമായിട്ട് വരുന്ന വോക്കൽ ടൂൾസ്. എംബ്രേസ് സൈലൻസ് ടു ആഡ് ഇമ്പാക്ട് ആൻഡ് അവോയ്ഡ് ഫില്ലർ വേർഡ്സ്. അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള വോക്കൽ ടൂൾസിൻ്റെ കൂടെ സൈലൻസ് കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ ഫില്ലേഴ്സ്, നമ്മൾ സംസാരത്തിൻ്റെ ഇടയിൽ ആ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതിന് പകരം സൈലൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇമ്പാക്റ്റ്ഫുൾ ആവുമെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. കൾട്ടിവേറ്റ് എ വാം ആൻഡ് അപ്പീലിംഗ് ടിംബർ ടു എൻഹാൻസ് ലിസണർ എൻഗേജ്മെൻറ്റ്. ഇതുകൂടാതെ നമ്മൾ സംസാരിക്കുന്ന ശബ്ദം, ടിംബർ എന്ന് പറയുന്നത് നമ്മൾ മൂക്ക് കൊണ്ടാണോ വായ കൊണ്ടാണോ തൊണ്ട കൊണ്ടാണോ നമ്മൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ചെസ്റ്റിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് വരേണ്ടതെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് നല്ല ശബ്ദത്തിൽ നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതും ലിസണർ എൻഗേജ്മെൻറ്റ് ഉണ്ടാക്കും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. Pay attention to body language, posture and eye contact which reinforces spoken words. ഇതുകൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ബോഡി ലാംഗ്വേജ് ആണ്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഒരു കോൺഫിഡൻ്റ് ആയിട്ടുള്ള ബോഡി ലാംഗ്വേജ് കീപ്പ് ചെയ്യണം. അതുപോലെ തന്നെ ഐ കോണ്ടാക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഈസ് എ 2-way പ്രോസസ്. ബി അറ്റൻറ്റീവ് ടു ഓഡിയൻസ് ഫീഡ്ബാക്ക് ആൻഡ് അഡ്ജസ്റ്റ് യുവർ ഡെലിവറി അക്കോർഡിംഗ്ലി. ഇനി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു 2-way പ്രോസസ്സാണ്. സംസാരിക്കുന്ന ആൾ മാത്രമല്ല, കേൾക്കുന്ന ആൾ കൂടി അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നനുസരിച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന രീതി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. ബൈ അഡ്രസ്സിങ് ദീസ് എലിമെൻറ്റ്സ് സ്പീക്കേഴ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റീവ്ലി ആൻഡ് ബിൽഡ് മീനിങ് കണക്ഷൻസ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷന് മുമ്പ് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള മീനിങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്താൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.